പറഞ്ഞാൽ പണ്ടത്തെ വീടേ അല്ല കേട്ടോ. ഇതൊക്കെ മാറി ഭയങ്കര പഴയ വീട് മാറ്റി പുതിയ വീടാക്കി. I was just telling guys, this is our home. You. Guys, ഇതാണ് ഹോം. ഞാൻ പോയി വെൽക്കം ഡ്രിങ്ക് എടുക്കട്ടെ. ഞങ്ങൾ ഇവിടെ എത്തി. കുറെ കറങ്ങിയെങ്കിലും ഞാൻ ഇവിടെ എത്തി. ഗൈസ് നമ്മൾ അകത്ത് കയറി. എനിക്ക് ഈ സ്പീഡ് നമുക്ക് കറിവേപ്പില പറിക്കാൻ പോവാം ഗൈസ്. നമുക്ക് കറിവേപ്പില അപ്പുറത്തല്ല ചെരുപ്പിടൂ ഗൈസ്. അതെ ഗൈസ്. അപ്പം നമുക്ക് വീടിന്റെ പുറകിലേക്ക് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ പുറകൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുഞ്ഞിലെ കണ്ടതാണ്. എന്താ ഇതെന്റെ യൂട്യൂബ് ചാനൽ ഡേ മഴ എടുക്കുമ്പോ പിന്നെ എനിക്ക് തീരുണ്ടേ. ഇവിടെ കുളമല്ലേ? അയ്യോ നീ പേടിയാ. വേണ്ട കുഴപ്പമില്ല. ഹായ് വിളിച്ച ഗൈസ്. നമ്മൾ പറമ്പിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫൈനലി പറമ്പിലൊക്കെ പോയി. അവരവിടെ എന്തോ നടുകയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകും ഗൈസ്. ഇവിടെ പോപ്മ നാച്ചുറൽസിന്റെ ഡ്രിങ്ക് മേടിക്കാം. ഇതാണ് ഇൻഫ്ലുവൻസർ ആണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ പാട്ട് പാടി ഇതാണ് ചെടി വളർത്തുന്ന ഫാമ്. ഇവിടെ ഫുള്ള് കാടാണ്. ഈ നിൽക്കുന്നതാണ് സോറി ഗൈസ്. സത്യം പറഞ്ഞാൽ നിങ്ങളിങ്ങനെ നിൽക്കണമാകുമ്പോൾ നിങ്ങൾ ഐശ്വര്യമൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഹാർവസ്റ്റിംഗ് ഓൾറെഡി കഴിഞ്ഞു. ഇപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് എന്നെ കുറച്ച് നിപ്പുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കയറി. ഹാർവസ്റ്റിംഗ് ഫുള്ള് കഴിഞ്ഞു. ഉണങ്ങി പിടിച്ച് നിൽക്കണമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഹാർവസ്റ്റിംഗ് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കണേ. കുറച്ചും കൂടെയൊക്കെ നിപ്പുള്ളൂ. നമുക്ക് പറിക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. അതെന്തുവാ? അത് നോനി. അതൊരു മെഡിസിനൽ ഫ്രൂട്ടാണ്. കട്ട് ചെയ്യണം അതിന്റെ ആ തണ്ടേന്ന്. ആ അത് കുഴപ്പമില്ല ഗൈസ്. എൻ്റെ ആദ്യത്തെ ഹാർവസ്റ്റിംഗ് ആണ്. ഇലയുണ്ട് ഡിഫറെന്റ്. ഇവിടെയെങ്ങും ഇല്ല. കളറുണ്ട് കേട്ടോ. ചെറിയ നല്ല കളർ ഉറപ്പായിട്ട് ഇത് മേടിച്ച് കൊടുക്കണം. സൂപ്പറാ. ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു. ഒരു ചൊവയില്ല. ഞാൻ കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ഉണർവൊക്കെ തോന്നി. എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് ഹാർവസ്റ്റിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു എവിടെ പറിക്കട്ടെ. ഷോ ഇതിൻ്റെ ഷേപ്പ് കാണിച്ചു. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഇത് എന്തൊക്കെയൊക്കെയോ ചെയ്ത് ലിക്വിഡാക്കി ഫോമിൽ എടുത്തിട്ടാണ്. എനിക്ക് കറക്റ്റായിട്ട് ഇത് അറിയത്തില്ല. ഞാൻ ചോദിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഇത് എന്തോ ഒരു ലിക്വിഡ് ഫോമിലാക്കിയിട്ട് ഈ ഒരു ലിക്വിഡ് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ച് നാരങ്ങ നിങ്ങൾക്ക് പിഴിയണമെങ്കിൽ പിഴിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആയാലും ഷുഗർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വെറുതെ കുടിക്കാനൊരു ടേസ്റ്റിയാണ്. സൂപ്പറാണ്. നമ്മൾ പറിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചേ പറിക്കാനുള്ളൂ. അങ്ങോട്ടൊക്കെ നല്ല കാടാണ്. ഞാൻ കുറച്ചേ പറിച്ചിട്ടുണ്ട് കേട്ടോ. പോവാം. സാന്ദ്ര അപ്പോൾ ഞാനിവിടെ ചേച്ചിയുടെ ട്രൈപോഡ് എടുത്തിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. ഈ നിൽക്കുന്നത് ചാനലിൻ്റെ ബൈ ചന്ദന എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത പോലെ ചേച്ചീനെ സപ്പോർട്ട് ചെയ്യുക. ഞാനും ചേച്ചിയും ആദ്യമായി തുടങ്ങുന്ന സംരംഭമാണിത്. അപ്പോൾ അതേപോലെ തന്നെ പോപ്മ നാച്ചുറൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് എ ഡ്രിങ്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഡ്രിങ്ക് മസ്റ്റായിട്ട് ബൈ ചെയ്യണം. അടിപൊളിയാണ്. ഞാൻ കുടിച്ചിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾ മേടിക്കണം. എന്തായാലും മേടിക്കണം. സൂപ്പറാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുടിച്ചു. ഞാൻ ഫസ്റ്റ് ടൈം കുടിക്കുന്നതാണ്. ഞാൻ വിചാരിച്ച ചൊവ ഉണ്ടാവും, ഇഷ്ടപ്പെടത്തില്ല എനിക്കിന്ന്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ചൊവ്വാന്ന് പറയാനോ ഒരു പ്രത്യേകിച്ച് ചൊവ്വയൊന്നുമില്ല. ഗൈസ് നമുക്കിനി എല്ലാവരെയും കാണാം. റൈറ്റ്.
ഗൈസ് ഞാൻ കോളേജിൽ പോകുകയാണ് പഠിക്കാനായി. മെന്റൽ ചേച്ചിയുടെ ഡോക്ടർ എന്താ വെച്ച് പഠിക്കണേ? സൈക്കോളജി ആയിരുന്നു. ഇപ്പൊ MSW സൈക്കോളജി എടുക്കുന്നുണ്ട്. കള്ളത്തി ഡോക്ടറാകാൻ പോവുക. ഗൈസ് നമ്മള് നോറേനെ അടിക്കാൻ പോവുകയാണ്. ഇങ്ങോട്ട് വാ ചേച്ചി. ക്യാമറയില് വരണം ഭയങ്കര മോഹം. എനിക്ക് മോഹമൊന്നുമില്ല, ഞാൻ ഓൾറെഡി വീഡിയോ എടുക്കണം. റാണി പിങ്ക്. ഗൈസ് അപ്പൊ നമ്മള് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും കൊള്ളാം. അപ്പൊ ഞങ്ങൾ കള്ളനും പോലീസ് കളിക്കാണ്. ഞാൻ 2 വട്ടം പോലീസ് 2 പ്രാവശ്യം കിട്ടി ഗൈസ്. അപ്പൊ ഞങ്ങൾ കളിച്ചോണ്ടിരിക്കണം. ഇതാണ് ഞങ്ങളുടെ നോറ. അതെ ഗൈസ്, ഇത് കണ്ടോ? ഈ കിടക്കുന്ന മാവയുടെ പേരാണ് നോറ. ഈ മാവയാണ് പാവൻ നോറക്കുട്ടി. നമ്മുടെ മിക്കി മോളെ പോലെ തന്നെ ഒരു പാവം മോളാട്ടോ. ചാടാൻ പോവാണോ? പോയി ചാടും. ഗൈസ് ഞങ്ങള് വല്യമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളിപ്പോ പാലത്തിന്റെ ഇവിടെ ഞാൻ ബ്രേക്ക് ചെയ്തേക്കാം. അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ ഡെയിം ലൈഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ബ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എല്ലാം ചെയ്തേക്കണം. ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.